ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹാർട്ട് സ്റ്റെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ റീസെൻ്റ്ലി റിലീസ്ഡ് ആയിട്ടുള്ള ഒരു കൊറിയൻ BL സീരീസാണ്. ഒരു സ്കൂൾ ലവ് സ്റ്റോറി പറയുന്ന സീരീസാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഒരു വോളണ്ടിയർ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസ് എല്ലാവരും കൂടി ആയിട്ട് വന്നേക്കുന്നതാണ്. വർക്കെല്ലാം കഴിയുമ്പോഴത്തേക്കും കടലും പിന്നെ അവിടെയുള്ള അതിൻ്റെ കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ ഈ കഥയിൽ ഹീറോസായിട്ടുള്ള ഹിയോണും പിന്നെ ദോഹയും നിൽപ്പുണ്ട്. അവർ രണ്ടുപേരും +2 ഇപ്പം സ്റ്റാർട്ടായി പഠിക്കുന്ന പിള്ളേരാണ്. അവരുടെ 2 ഫ്രണ്ട്സും അവിടെ നിൽപ്പുണ്ട്. ഒരാളുടെ പേര് ടീമെന്നും മറ്റേയാളുടെ പേര് ലീസോരി എന്നുമാണ്. ഇവർ 4 പേരുമാണ് ഒരു ഫ്രണ്ട്സ് ഗ്യാങ്. അങ്ങനെ ഇവർ 4 പേരും അവിടെ നിൽക്കുന്ന ടൈമിൽ ഇവരുടെ ക്ലാസ് ടീച്ചറായിട്ടുള്ള ജിയോങ് മിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ടീച്ചർ വന്നിട്ട് വാ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിക്കുന്നുണ്ട്. വിളിച്ചുകൊണ്ടേ തന്നെ ഫസ്റ്റ് ടീച്ചറിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്ന ഹിയോനാണ്. അങ്ങനെ പിന്നീട് എല്ലാവരും പോകുന്നുണ്ട്. എന്നാൽ ടീച്ചറും ഹിയോണും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ടീച്ചർ ഒരിടത്ത് ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും ഹിയോൺ ടീച്ചറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ടീച്ചർ എന്താ വീട്ടിൽ പോകാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഞാനിവിടെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു, നീ എന്താ പോകാത്തതെന്ന് വെച്ചപ്പോൾ ഞാനും അതുകൊണ്ട് തന്നെ പോകാത്തത്, ഇതല്ല കാഴ്ചയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഹിയോണാണെങ്കിൽ ടീച്ചറിൻ്റെ അടുത്ത് എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഇങ്ങനെ കിടപ്പുണ്ട്, അത് പിന്നെ എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, പക്ഷേ അതൊരു പയ്യനാണെന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് പിന്നീട് സീൻ കട്ടായിട്ട് കാണിക്കുന്നത് ടീച്ചർ ഇവരെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണ്. ആ സമയമാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഹിയോണിന് ആക്ച്വലി ഇഷ്ടമുള്ളത് മറ്റാരെയല്ല അവൻ്റെ ഈ ടീച്ചറിനെ തന്നെയാണ്. ആ സമയം നേരത്തെ കാണിച്ച സീനിൻ്റെ ബാക്കി ഭാഗം കൂടെ കാണിക്കുന്നുണ്ട്. അതായത് ഹിയോൺ ടീച്ചറിൻ്റെ അടുത്ത് എനിക്കിതുപോലെ ഒരാളെ ഇഷ്ടമാണ്, അതൊരു പയ്യനാണെന്ന് പറയുമ്പോഴത്തേക്കും ടീച്ചർ സെയിം ജെൻഡറിലുള്ള ഒരാളെ സ്നേഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പിന്നെ നിൻ്റെ ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇഷ്ടം തോന്നുന്നതും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഈ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഇവൻ്റെ ഫ്രണ്ട്സായ ദോഹയുടെയും ടീമിൻ്റെയും കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ സമയം ടീമിനാണെങ്കിൽ ട്രൂ ലവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ദോഹയോടും പിന്നെ ഹിയോണിനോടും അല്ല നിങ്ങൾ ആരെയും ഡേറ്റ് ചെയ്യുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ദോഹ ഞാനിതിനു മുമ്പേ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഹിയോണും ഞാനും ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാണ്. എന്നാൽ ദോഹയും ടീമിനും ഹിയോണിനെ ഒന്ന് നോക്കിയിട്ട് നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ ഒരു ചെറിയ ചിരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ഡൗട്ടായിട്ട് ടീമിനാണെങ്കിൽ സത്യം പറ നിനക്ക് ആരെ ഇഷ്ടമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പിന്നീട് സ്റ്റഡി ടൈം ആകുമ്പോൾ ഇവർ 3 പേരും ലൈബ്രറിയിൽ ചെന്നിരുന്ന് പഠിക്കുന്നുണ്ട്. ആ സമയം ഹിയോണിൻ്റെ ടെക്സ്റ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ടീച്ചറിൻ്റെ പേരിങ്ങനെ എഴുതിയിട്ട് ജിയോങ് മിൻ എന്ന് എഴുതിയ ശേഷം അതിലൊരു ഹാർട്ടൊക്കെ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം ദോഹയുടെ കണ്ണിൽ പെടുന്നുണ്ട്. ആ സമയം ദോഹയ്ക്ക് ഡൗട്ട് തോന്നുന്നുണ്ട്, ഒരുപക്ഷെ ഇവനിഷ്ടം ടീച്ചറിനെയാണോ എന്ന്. അതുകൊണ്ട് തന്നെ അതറിയാനായിട്ട് ദോഹ പതുക്കെ അവൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നിട്ട് നിനക്ക് ആരെയും ഇഷ്ടമെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹിയോണാണെങ്കിൽ അത് സീക്രട്ടാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇരുന്ന് പഠിക്കാൻ തുടങ്ങുകയാണ്. ഹിയോണും ദോഹയും നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. ഈ ഫ്രണ്ട് ഗ്രൂപ്പിൽ അവർ രണ്ടുപേരും നല്ല ക്ലോസ് ആണ്. പക്ഷേ അവൻ എന്തുകൊണ്ട് ടീച്ചറിനെയാണ് ഇഷ്ടമെന്ന് ഇവനോട് പറയാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് ബോയ്സിനെയാണ് ഇഷ്ടമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ദോഹ താനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിർത്തിയാലോ എന്ന് കരുതിയിട്ടാണ് ഹിയോൺ തൻ്റെ മനസ്സിലുള്ള ഈ ഒരു കാര്യം ഇവനുമായിട്ട് ഷെയർ ചെയ്യാതിരുന്നത്. അതിനുശേഷം ഇവർ ഒരുമിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ഇവരുടെ വീട് ഒരേ വഴിക്കായതുകൊണ്ട് തന്നെ ഇവരെന്നും ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ദോഹ സാധാരണ സംസാരിക്കുന്ന പോലെ ഒന്നും സംസാരിക്കുന്നില്ല, മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഹിയോൺ അപ്പോൾ തൻ്റെ ബാസ്കറ്റ്ബോൾ മാച്ചിൻ്റെ കാര്യവും നീ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചും അതിൻ്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ആ സമയം ദോഹ പെട്ടെന്ന് ഹിയോണിൻ്റെ അടുത്ത് നിനക്ക് നമ്മുടെ ടീച്ചറിനെയാണ് ഇഷ്ടമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ഹിയോണൊന്ന് ഷോക്കായിട്ട് നിനക്കത് എങ്ങനെ മനസ്സിലായി എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ദോഹയാണെങ്കിൽ അത് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് നിനക്കും അറിയാമെന്നുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹിയോൺ ദോഹയോട് നീ ഈ കാര്യം എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇത് എൻ്റെ കാര്യമല്ലേ, അതുകൊണ്ട് നീ ഇതിൽ ഇടപെടണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ദോഹയ്ക്ക് എന്താ വിഷമമായിട്ട് ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പെട്ടെന്നങ്ങ് നടന്നു പോകുന്നുണ്ട്. പിന്നീട് ഹിയോൺ തിരിച്ചവൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അവൻ്റെ ടീച്ചർ എന്തുമാത്രം കെയറിങ് ആണെന്നും എന്തുമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നും തനിക്ക് ടീച്ചറിനെ ഇഷ്ടമാണെന്ന് അവൻ മനസ്സിലാക്കി തുടങ്ങിയതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദോഹ ഇതെങ്ങനെയായിരിക്കും കണ്ടുപിടിച്ചതെന്നും അവൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം സ്കൂളിൽ ബാസ്കറ്റ്ബോൾ മാച്ച് നടക്കുന്നതാണ്. അതിൽ ഹിയോൺ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ദോഹ അവിടെ സൈഡിൽ ഇരിക്കുന്നുമുണ്ട്. ആ സമയം ഒരുപാട് പെൺകുട്ടികൾ ഹിയോണിനെ സപ്പോർട്ട് ചെയ്യുന്നതും ദോഹ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ മാച്ച് കഴിയുന്നതും ഹിയോണിൻ്റെ ടീമാണ് ജയിക്കുന്നത്. അതിനുശേഷം ദോഹയും ഹിയോണും പുറത്തൊരിടത്ത് ചെന്നിരിക്കുന്നുണ്ട്. ആ സമയം ദോഹ പെൺകുട്ടികളെല്ലാവരും നിനക്ക് വേണ്ടിയിട്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു, കണ്ടിട്ട് നീ അവരുടെയൊക്കെ ഹീറോ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ, നീ ഭയങ്കര കൂളാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം
ഹിയോണാണെങ്കിൽ ഓ അങ്ങനെയൊക്കെയാണോ, ഞാൻ കൂളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ദോഹ ഫസ്റ്റ് ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് നീ കൂളാണെന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയം അവർ കുറച്ച് നേരം ഐ കോണ്ടാക്ട് ഇരിക്കുന്നുണ്ട്. ആ ടൈമിന് ടൈമിൻ വന്നിട്ട് വാ ക്ലാസ്സിൽ പോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ ദോഹയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ ടൈമിന് എന്തോ ദോഹ അവൻ അവോയ്ഡ് ചെയ്യുവാണെന്ന് ഹിയോണിന് തോന്നുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ലീസോരിയും ദോഹയും ചെന്നിരുന്ന് പഠിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് അങ്ങോട്ടേക്ക് പഠിക്കാനായിട്ട് ഹിയോണും ടീമിനും വരുന്നത്. അങ്ങനെ അവരും ഇവരുടെ അടുത്ത് ചെന്നിരുന്ന് പഠിക്കുന്നുണ്ട്. ആ സമയം ഹിയോണും ദോഹയും വലുതായിട്ടൊന്നും സംസാരിക്കുന്നില്ല, ജസ്റ്റ് ഒരു ഹായ് പറയുന്നുണ്ട്. ആ ടൈമിൽ തന്നെ പെട്ടെന്ന് ഫോണും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ദോഹയാണെങ്കിൽ എഴുന്നേറ്റ് പോകുന്നുമുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദോഹ നിൽക്കുന്നിടത്തേക്ക് ഹിയോണും വരുന്നുണ്ട്. അങ്ങനെ ഹിയോൺ ദോഹയുടെ അടുത്തേക്ക് വന്നിട്ട് അവന് ടീച്ചറിനെ ഇഷ്ടപ്പെട്ട കാര്യവും അത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമല്ല, അത് നടക്കത്തില്ലെന്ന് തനിക്കറിയാം, തനിക്ക് ജസ്റ്റ് ടീച്ചറിൻ്റെ അടുത്ത് ഒരു ഇഷ്ടമുള്ളതേ ഉള്ളൂ, അതോർത്ത് വെറുതെ നീയാണെങ്കിൽ എൻ്റെ അടുത്ത് പിണങ്ങരുത്, നീ എൻ്റെ അടുത്ത് ഈ ഒരു റീസൺ കൊണ്ട് ഫ്രണ്ട്ഷിപ്പ് നിർത്തുന്നതും എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല, അങ്ങനെയൊന്നും വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ദോഹ നീ എന്തിനെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹിയോണാണെങ്കിൽ നീയാണെങ്കിൽ എന്നെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് അത് എനിക്ക് ടീച്ചറിനെ ഇഷ്ടമുണ്ട് എന്ന് നീ അറിഞ്ഞതുകൊണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ദോഹ ഇല്ല അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോൺ പിന്നെ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദോഹ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ നിൽക്കുകയാണ്. എന്നിട്ട് എനിക്ക് തന്നെ ഇഷ്ടമാണെന്നങ്ങ് പറയുന്നുണ്ട്. പെട്ടെന്ന് അത് കേൾക്കുമ്പോഴത്തേക്കും ഹിയോണാണെങ്കിൽ ഒന്ന് ഷോക്കാവുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ദോഹേനെ ടീമിനാണെങ്കിൽ ഫോണിൽ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദോഹയാണെങ്കിൽ ടീമിനെ വിളിക്കുന്നു, ഞാൻ ഫസ്റ്റ് അങ്ങോട്ടേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ഹിയോണാണെങ്കിൽ ഇവൻ എന്നെ ഇഷ്ടമാണോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് അവനും തിരിച്ച് പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ച് പഠിക്കാനായിട്ട് ചെന്നിരിക്കുമ്പോൾ ഇവരിടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, എന്നാൽ ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് ടീമിനും ഹിയോണും ദോഹയും വീട്ടിലേക്ക് നടന്നു പോവാണ്. കുറച്ച് ദൂരം എത്തുമ്പോഴത്തേക്കും ടീമിൻ ബൈ പറഞ്ഞ് വേറെ വഴിക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ഇവരിങ്ങനെ നടക്കുന്ന ടൈമിന് ഹിയോണാണെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് നടക്കുന്ന കാണുമ്പോഴത്തേക്കും ദോഹ നീ എന്തിങ്ങനെ സ്ലോ ആയിട്ട് നടക്കുന്നത്, സ്പീഡിൽ നടക്ക്, നീ എന്തൊക്കെയാണ് ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ നിനക്കെന്നെ എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് എന്നിങ്ങനെ അവൻ പെട്ടെന്ന് ചോദിക്കുകയാണ്. ആ സമയം ദോഹ നിനക്ക് ടീച്ചറിനെ എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോൺ എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ദോഹയും എനിക്കും അങ്ങനെ തന്നെയാണ്, നിന്നെ എപ്പോഴാണ് ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് എനിക്കും അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ അല്ല എനിക്ക് ടീച്ചറിനെ ഇഷ്ടമെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദോഹയാണെങ്കിൽ അത് പിന്നെ നിൻ്റെ ഓരോ പ്രവൃത്തി കൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോൺ സത്യം പറഞ്ഞാൽ ടീച്ചറുമായിട്ടുള്ള കാര്യമൊന്നും നടക്കത്തില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ആ ഒരു ഇഷ്ടമൊക്കെ മറക്കാനായിട്ടിരിക്കുകയായിരുന്നു, എന്നാൽ എല്ലാ ദിവസവും ടീച്ചറിനെ കാണുന്നതല്ലേ, അതുകൊണ്ട് അത് അത്ര എളുപ്പത്തിൽ മറക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു വർഷം കൂടെ കഴിയുമ്പോഴത്തേക്കും സ്കൂളിൽ നിന്ന് ഗ്രാജുവേറ്റ് ആവുമല്ലോ, അതുകൊണ്ട് പിന്നെ ടീച്ചറിനെ ഇനി ഒരിക്കലും കാണത്തില്ല, ആ ഫീലിങ്സ് എളുപ്പത്തിൽ മാറ്റിക്കളയാൻ പറ്റുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ദോഹ ആ സമയം നമുക്ക് ഒരു ബെറ്റ് വെച്ചാലോ, നമുക്ക് രണ്ടുപേർക്കും ഡേറ്റ് ചെയ്യാം ഗ്രാജുവേഷൻ്റെ അന്ന് വരെ, ആ ദിവസത്തിന് മുന്നേ നിനക്ക് എൻ്റെ അടുത്ത് ഫീലിങ്സ് തോന്നി തുടങ്ങുവാണേ ഞാൻ ജയിച്ചു, ഇല്ലെങ്കിൽ നീ ജയിച്ചു, നീ പതുക്കെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ അപ്പം തന്നെ ഹിയോണാണെങ്കിൽ ഇല്ല ഞാൻ റെഡിയാണ്, നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ബെറ്റ് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും ഡേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഹിയോൺ അവൻ്റെ മനസ്സിലും പറയുന്നുണ്ട് എനിക്ക് ടീച്ചറിനെ മറക്കണമെന്നുള്ള ആഗ്രഹം ശരിക്കും ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ബെറ്റും ഇവരെ ഡേറ്റ് ചെയ്യുന്നതും നല്ലൊരു തീരുമാനമായിരിക്കും, പക്ഷേ ദോഹയോട് എനിക്ക് ഫീലിങ്സ് തോന്നുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ഹിയോണാണെങ്കിൽ ക്ലാസ്സിലേക്ക് ചെല്ലുന്നതാണ്. അങ്ങനെ നടന്നു പോകുന്ന ടൈമിന് ടീച്ചറിനെ കാണുന്നുണ്ട്. ടീച്ചറിനെ കാണുമ്പോഴത്തേക്കും അവൻ ടീച്ചറിനെ തന്നെ നോക്കി നിന്ന് പോവാണ്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡോടെ എൻ്റെ ആവുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ടുതന്നെ ബൈ.